ശരീരത്തിലേക്കല്ല, റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ്. മനസ്സ് ക്ലിയറില്ലാതെ താടി നീട്ടിയിട്ട് കാര്യമില്ല, മനസ്സ് ക്ലിയറില്ലാതെ തലപ്പാവ് ധരിച്ചിട്ട് കാര്യമില്ല, മനസ്സ് ക്ലിയറില്ലാതെ വെള്ളക്കുപ്പായം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ടാണ് നബി തങ്ങൾ അത്തഖ്വാ ഹാഹുനാ അത്തഖ്വാ ഹാഹുനാ അത്തഖ്വാ ഹാഹുനാ. ഒരു മുസ്ലിമായ മനുഷ്യൻ വേറൊരു മുസ്ലിമിനെ നിന്ദിക്കാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല, ഇൻസൾട്ടാക്കാൻ പാടില്ല. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ രക്തം ചിന്താൻ പാടില്ല, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ നിന്ദിക്കാൻ പാടില്ല, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ആക്രമിക്കാൻ പാടില്ല. വാസ്തവത്തിൽ മുസ്ലിമിനെ മാത്രമല്ല, ഒരു സൃഷ്ടിയെയും ആക്രമിക്കരുതെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണല്ലോ ഉമ്മമാരെ, ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു പൂച്ചയെ പോലും ആക്രമിക്കാൻ പാടില്ല. നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരു വ്യക്തിക്ക് പൊറുക്കപ്പെട്ടുവെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? കാരണം നായക്ക് ഉപകാരം ചെയ്താലും അല്ലാഹ് സ്വർഗം തരും. ഇവിടെ SYSന്റെ പ്രവർത്തകന്മാർ കേരളം മുഴുക്കെ സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ ഒരു SYSന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പങ്കെടുത്തു. അവിടെ സിറാജുൽ ഹുദയുടെ കീഴിൽ നടക്കാൻ കഴിയാത്തൊരു മനുഷ്യന് 3 ചക്രമുള്ളൊരു വാഹനം സാന്ത്വനത്തിന്റെ ഭാഗമായി നൽകി. അതുപോലെ വേറൊരു സുഹൃത്തിന് 10,000 രൂപ നൽകി. ഇവിടെ വന്നപ്പോഴും സാന്ത്വന പ്രവർത്തനം കാണുകയാണ്. പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പാവപ്പെട്ടവരെ സഹായിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തകർ നിറക്കുകയാണ്. ഇനിയും കൂടുതൽ ചെയ്യാൻ നീ തൗഫീഖ് തരണം അല്ലാഹ്. ഔസാനി ഖലീലി ബിസബഇൻ, എന്റെ പ്രിയപ്പെട്ട നബി എന്നോട് 7 കാര്യം വസിയത്ത് ചെയ്തു. അതിലൊന്നും 2 കാര്യം എന്താണ്? ബിഹുബ്ബിൽ മസാകീനി വദ്ദുനൂമി മിൻഹും, സാധുക്കളെ സ്നേഹിക്കണമെന്നാണ്, സാധുക്കളുമായി അടുക്കണമെന്നാണ്. സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം. സാധുക്കളുമായി അടുക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള അടുപ്പമല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അടുക്കണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അടുക്കണം. സാധുക്കളുമായി അടുക്കണം. പാവപ്പെട്ടവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അഭിമാനം തോന്നണം. നേരെ മറിച്ച് മന്ത്രിയുടെ കൂടെ, MLAയുടെ കൂടെ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ, വലിയ പണക്കാരന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയേണ്ടതില്ല. അത് അവനത് അഭിമാനം തോന്നാൻ സാധ്യതയുണ്ട്. കാറിൽ വന്നിറങ്ങുന്ന പണ്ഡിതന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പലരും പരിശ്രമിച്ചേക്കും. കാറിൽ വന്നിറങ്ങുന്ന തങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പലരും പരിശ്രമിച്ചേക്കും. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം തന്നെയല്ലേ നമ്മുടെ തൊട്ടടുത്ത ചെറ്റക്കുടിലുള്ള തങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയല്ലേ? നടന്നു വന്ന പാവപ്പെട്ട മിസ്കീനായ പണ്ഡിതനും അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരല്ലേ? പണ്ഡിതന്മാരെ പാവപ്പെട്ടവരാണെങ്കിലും സയ്യിദന്മാരെ സാധുക്കളാണെങ്കിലും ബഹുമാനിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? നമ്മുടേതെല്ലാം ദുനിയാവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി പോകുന്നുണ്ടോ? മുസ്ലിം സമുദായം ഒന്നുണർന്ന് ചിന്തിക്കണേ. പണക്കാരൻ ആശുപത്രിയിലായാൽ സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് റൂമിന്റെ മുമ്പിൽ എഴുതി വെക്കേണ്ടി വന്നു. അതേ സമയത്ത് 5 വഖ്തും ജമാഅത്തിന് പങ്കെടുക്കുന്നൊരു സാധു മനുഷ്യൻ അതാ പള്ളിയിൽ വരാത്തത് 1.5 മാസമായി. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന വ്യക്തി പോലും അദ്ദേഹത്തെ കുറിച്ചൊന്ന് അന്വേഷിച്ചില്ല. പണക്കാരൻ മരിച്ചപ്പോൾ
അതേ നേതാവ് മരിച്ചപ്പോൾ മയ്യിത്തിന്റെ കൂടെയുള്ള ജനങ്ങളെ കൊണ്ട് റോട്ടുമ്മൽ സ്ഥലമില്ല. അതാ 5 വക്ത് ജമാഅത്തിന് പങ്കെടുത്ത മുത്തഖിയായ പാവപ്പെട്ടവൻ മരിച്ചപ്പോ മയ്യിത്ത് കട്ടിലെടുക്കാനാളില്ല, രോഗമായപ്പോ സന്ദർശിക്കാനാളില്ല. ഇത് നമ്മളെ നേതാവ് പഠിപ്പിച്ച നയമല്ല കേട്ടോ, നമ്മുടെ നേതാവ് പഠിപ്പിച്ച സ്വഭാവമല്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പണക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് പണക്കാരോട് വെറുപ്പുണ്ടായിട്ടല്ല, പണക്കാരെ സ്നേഹിക്കണമെന്ന് പറയേണ്ടതില്ല, പറയാതെ തന്നെ എല്ലാവരും പണക്കാരന്റെ അടുക്കലെത്തും. അതുപോലെ പണക്കാരനുമായി അടുക്കണമെന്ന് പറയേണ്ടതില്ല, അവന്റെ കൂടെ എനിക്കൊന്നിരിക്കണമെന്ന് പലർക്കും തോന്നും. അതേ സമയത്ത് പാവപ്പെട്ടവനുമായി അടുക്കാൻ പ്രത്യേക നിർദ്ദേശം വേണം, പാവപ്പെട്ടവനെ സ്നേഹിക്കാൻ നിർദ്ദേശം വേണം, സാധുവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം, പാവപ്പെട്ടവന്റെ മയ്യിത്ത് കട്ടിൽ പിടിക്കാൻ സാധിക്കണം, പാവപ്പെട്ടവന്റെ കൈ പിടിച്ചു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഹബീബായ നബി തങ്ങളുടെ ശരിയായ അനുയായിയായി ജീവിക്കണേ ചെറുപ്പക്കാരെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പാവപ്പെട്ടവരെ സ്നേഹിക്കുക, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക. മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ഒരു നായക്ക് രോഗമായപ്പോൾ മരുന്ന് വെച്ചുകൊടുത്തു. സാന്ത്വന പ്രവർത്തനം ആ നായക്ക് ചെയ്തു കൊടുത്തു. ആരെയും ശല്യം ചെയ്തില്ല. ഒരു ദിവസം